ഗൾഫ് രാജ്യങ്ങൾ മലയാളിക്ക് വെറുമൊരു തൊഴിലിടമല്ല, മറിച്ച് തലമുറകളുടെ സ്വപ്നങ്ങൾക്ക് അടിത്തറയിട്ട മണ്ണാണ്. എന്നാൽ പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ ആ സ്വപ്നഭൂമി കനലായി മാറുകയാണ്. US താവളങ്ങൾ ലക്ഷ്യമിട്ടിട്ടുള്ള ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ തുടർച്ചയായ 5ാം ദിവസവും പിന്നിടുമ്പോൾ കേവലം ഒരു പ്രാദേശിക സംഘർഷത്തിനപ്പുറം ഇത് ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസി മലയാളികളുടെ ജീവിതത്തെയാണ് നേരിട്ട് ബാധിക്കുന്നത്. കുവൈറ്റിലും ബഹ്റൈനിലും പുകയുന്ന യുദ്ധാന്തരീക്ഷം നാട്ടിലേക്ക് മടങ്ങാൻ കാത്തിരിക്കുന്ന പ്രവാസികളുടെ നെഞ്ചിടിപ്പ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ആഗോള രാഷ്ട്രീയത്തിലെ വൻ ശക്തികളുടെ ശക്തി പ്രകടനങ്ങൾ സാധാരണക്കാരായ മനുഷ്യരുടെ നിത്യജീവിതത്തെ എങ്ങനെയൊക്കെ തകിടം മറിക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഇപ്പോൾ ഗൾഫ് മേഖലയിൽ കാണാൻ സാധിക്കുന്നത്. പശ്ചിമേഷ്യയിലെ US സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങൾ മേഖലയെ കടുത്ത അനിശ്ചിതത്വത്തിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ തീപിടുത്തമുണ്ടായതായും ബഹ്റൈനിലെ US ആയുധശാലകൾക്കും ഇന്ധന സംഭരണികൾക്കും നേരെ ആക്രമണം നടന്നതായുമുള്ള വാർത്തകൾ സ്ഥിതിഗതികളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഈ അന്താരാഷ്ട്ര പ്രതിസന്ധി ഏറ്റവും ആദ്യം ബാധിച്ചത് വ്യോമ ഗതാഗതത്തെയാണ്. കൊച്ചിയിൽ നിന്നുള്ള കുവൈറ്റ് എയർവേസ് വിമാനം റദ്ദാക്കേണ്ടി വന്നതും മറ്റ് സർവീസുകൾ മണിക്കൂറുകളോളം വൈകിയതും ഇതിന്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ്. യൂറോപ്യൻ ബ്രിട്ടീഷ് വിമാന കമ്പനികൾ ഗൾഫ് മേഖലയിലേക്കുള്ള സർവീസുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഈ മാസാന്ത്യം വരെ നീളുമെന്നാണ് സൂചനകൾ. വാർഷിക അവധിക്ക് നാട്ടിലേക്ക് വരാൻ ടിക്കറ്റ് എടുത്ത് കാത്തിരിക്കുന്ന കുടുംബങ്ങൾക്ക് ഇത് വലിയൊരു തിരിച്ചടിയാണ്. നിലവിൽ UAEയിൽ നിന്നുള്ള സർവീസുകൾ തടസ്സമില്ലാതെ നടക്കുന്നുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആകാശം അടയാം എന്ന ഭീതി പ്രവാസികളെ നിരന്തരം അസ്വസ്ഥരാക്കുന്നുണ്ട്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്കിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം ശക്തമാക്കിയതാണ് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നത്. ഒരാഴ്ചക്കിടെ 7ഓളം ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായതായാണ് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നത്. ഇത് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണവുമായിട്ടുണ്ട്. ഇറാനിലെ ഊർജ്ജ നിലയങ്ങളും പ്രധാന പാലങ്ങളും ബോംബിട്ട് തകർക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത ഭീഷണി യുദ്ധ സാഹചര്യം എത്രത്തോളം വന്യമാണെന്ന് കാണിച്ചു തരുന്നു. ഇതിനിടയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി ഖത്തറിലെത്തിയത് അന്തരിച്ച മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിക്ക് ആദരം അർപ്പിക്കാനാണെന്ന് ഇറാൻ ഔദ്യോഗികമായി അവകാശപ്പെടുമ്പോഴും ഇതിനു പിന്നിൽ ശക്തമായ രാഷ്ട്രീയ നയതന്ത്ര നീക്കങ്ങളുണ്ടെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഈ വലിയ ശക്തികളുടെ പോരാട്ടങ്ങൾക്ക് നടുവിൽ അകപ്പെട്ടു പോകുന്നത് സ്വന്തം ജന്മനാട്ടിലേക്ക് തിരികെ പോകാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ പ്രവാസികളാണ്. ഒരു കാലത്ത് ഏത് അർദ്ധരാത്രിയിലും ഭയമില്ലാതെ ഇറങ്ങി നടക്കാൻ കഴിഞ്ഞിരുന്ന അതീവ സുരക്ഷിതമായ രാജ്യങ്ങളായിരുന്നു ബഹ്റൈനും കുവൈറ്റും. എന്നാൽ ഇന്ന് പുലർച്ചെ 3 മണിക്കും 7 മണിക്കും ഇടയിൽ മുഴങ്ങുന്ന വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറനുകൾ പ്രവാസികളുടെ ഉറക്കം കെടുത്തുകയാണ്. ഓരോ രാത്രിയും ഉറങ്ങാൻ കിടക്കുമ്പോൾ നാളെ സ്വന്തം നാട്ടിലേക്ക് സുരക്ഷിതമായി മടങ്ങാൻ കഴിയുമോ എന്ന ആശങ്കയാണ് അവരെ ഭരിക്കുന്നത്. പ്രായമായ മാതാപിതാക്കളെ കൂടെ താമസിപ്പിക്കുന്ന കുടുംബങ്ങളുടെ അവസ്ഥ അതിലും ദയനീയമാണ്. അടിയന്തരമായി രാജ്യം വിടേണ്ടി വന്നാൽ ഇവരെ എങ്ങനെ സുരക്ഷിതമായി വിമാനത്താവളങ്ങളിൽ എത്തിക്കുമെന്ന ചോദ്യത്തിന് ആർക്കും കൃത്യമായ ഉത്തരമില്ല. ഇതിനൊപ്പം യുദ്ധം മൂലം വൈദ്യുതി നിലയങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ ഗൾഫിലെ കൊടും ചൂടിൽ എങ്ങനെ ജീവിക്കുമെന്നതും ശുദ്ധജലക്ഷാമം ഉണ്ടാകുമെന്നതുമായ ചിന്തകൾ അവരെ നിരന്തരം ഭയപ്പെടുത്തുന്നു. യുദ്ധഭീതി കേവലം മാനസികമായ ഒന്നല്ല, അത് പ്രവാസികളുടെ സാമ്പത്തിക അടിത്തറയെയും ക്രമാതീതമായി ബാധിച്ചു കഴിഞ്ഞു. എണ്ണവില ഉയർന്നതോടെ വിമാന കമ്പനികൾ നിരക്ക് കുത്തനെ കൂട്ടിയിരിക്കുകയാണ്. 4ഉം 5ഉം അംഗങ്ങളുള്ള ഇടത്തരം പ്രവാസി കുടുംബങ്ങൾക്ക് ഈ കഴുത്തറപ്പൻ നിരക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ്. തൽഫലമായി പലരും വർഷങ്ങളായി കാത്തിരുന്ന നാട്ടിലേക്കുള്ള യാത്രകൾ താൽക്കാലികമായി വേണ്ടെന്ന് വെക്കുകയാണ്. ഇതിലും ഭയാനകമായ അവസ്ഥ യുദ്ധാന്തരീക്ഷം സൃഷ്ടിച്ച തൊഴിൽ നഷ്ടമാണ്. നിരവധി പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും വിസ പുതുക്കാൻ സാധിക്കാതെ വരികയും ചെയ്തിരിക്കുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും ഇത് ബാധിച്ചിട്ടുണ്ട്. സുരക്ഷിതത്വമോർത്ത് പലരും സ്കൂളുകളിൽ നിന്ന് TC വാങ്ങി നാട്ടിലേക്ക് മടങ്ങാൻ നിർബന്ധിതരാകുകയാണ്. പ്രവാസികൾ സ്ഥിരമായി ഒത്തുകൂടിയിരുന്ന മലയാളി ഹോട്ടലുകൾ പോലും ഇന്ന് വിജനമാണ്. ഉപഭോക്താക്കൾ കുറഞ്ഞതോടെ പല ചെറുകിട സ്ഥാപനങ്ങളും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് എത്തി നിൽക്കുന്നത്. ഗൾഫ് ഭരണകൂടങ്ങൾ തങ്ങളുടെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ശക്തമായ മുൻകരുതലുകൾ സ്വീകരിക്കുന്നുണ്ടെന്നത് പ്രവാസികൾക്ക് ചെറിയൊരാശ്വാസം നൽകുന്നുണ്ട്. എന്നിരുന്നാലും അന്തരീക്ഷത്തിൽ പുകയുന്ന യുദ്ധഭീതി അത്ര പെട്ടെന്ന് മാഞ്ഞു പോകുന്നതല്ല. ചോരയും നീരുമൊഴുക്കി പടുത്തുയർത്തിയ പ്രവാസി ജീവിതം ഒരു നിമിഷത്തെ യുദ്ധം കൊണ്ട് തകർന്നു പോകരുതേ എന്ന പ്രാർത്ഥനയിലാണ് ഓരോ മലയാളിയും കഴിയുന്നത്. ലോകത്തിന്റെ ഏത് കോണിലായാലും പ്രതിസന്ധികളെ അതിജീവിച്ച വലിയ പാരമ്പര്യമുള്ള മലയാളി സമൂഹം പശ്ചിമേഷ്യയിലെ ഈ കനൽ വഴികളും കടന്ന് സുരക്ഷിതമായി തങ്ങളുടെ ജന്മനാട്ടിലേക്ക് തിരികെ എത്തുമെന്ന പ്രതീക്ഷ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. നയതന്ത്ര ചർച്ചകളിലൂടെ എത്രയും വേഗം ഈ മേഖലയിൽ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.